ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലി ഹോട്ടൽ റൂമൊക്കെ പറഞ്ഞ പ്രകാരം ബാലചന്ദ്രൻ ഗോവർദ്ധനെയും കൂട്ടി ആ ഹോട്ടലിൽ എത്തുന്നു. ഗോവർദ്ധനൻ താഴെ കാറിൽ തന്നെ ഇരിക്കുന്നു. ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കാണാൻ റൂമിലെത്തുന്നു. ബാലചന്ദ്രനെ കണ്ടതും സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മകളെ പറ്റിയെല്ലാം ഞാൻ അറിഞ്ഞു, എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു. എന്തായാലും എനിക്ക് എൻ്റെ മകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നു. അതിന് ബാലചന്ദ്രൻ പറയുന്നത്, ആദ്യം നിങ്ങൾ അലീനയെ സ്വന്തം മകളായി ഏറ്റെടുക്കുമോ ഇല്ലയോ അത് പറഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് പറയുന്നു. ഞാൻ കൊണ്ടുപോയിക്കോളാം, കൊണ്ടുപോയി പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, ഞാൻ അവളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് എന്ന് കരുതണ്ട. എനിക്ക് മറ്റു മാർഗമില്ല. അവൾ പടിയിറങ്ങിയാലേ നമ്മുടെ വൈജ തിരിച്ചു വീട്ടിലേക്ക് വരൂ. അല്ലാതെ അലീനയെ നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കാൻ തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് എൻ്റെ മകളെ ഒരു നോക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ സ്റ്റാൻലിയെയും കൂട്ടി ബാലചന്ദ്രൻ വീട്ടിലെത്തുന്നു. അലീന പതിവ് പോലെ ചായയുമായി വരുന്നുണ്ട്. അലീനയെ കണ്ടതും സ്റ്റാൻലിക്ക് പണ്ട് 23 വർഷം മുമ്പത്തെ വൈജയെയാണ് ഓർമ്മ വന്നത്. വൈജ തന്നെ മുമ്പിൽ വരുന്ന പോലെ സ്റ്റാൻലിക്ക് തോന്നുന്നു. അവർ രണ്ടുപേരും കഴിഞ്ഞിരുന്ന നിമിഷങ്ങളും പെൺകുട്ടിയാണെങ്കിൽ അവൾ സുന്ദരിയായിരിക്കുമെന്ന് പറഞ്ഞതുമെല്ലാം ഒരു മിനിറ്റ് സ്റ്റാൻലി ഓർത്തുപോയി. തൻ്റെ മകൾ സുന്ദരി തന്നെ എന്ന് സ്റ്റാൻലി ചിന്തിച്ചു. എന്തായാലും തൻ്റെ മകൾ തൻ്റെ കൂടെ തന്നെയാണ് ഇനി വളരേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുന്ന സ്റ്റാൻലിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.